ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. നമുക്ക് ചെണ്ടുമല്ലി കൃഷി തുടങ്ങേണ്ട സമയമായി അല്ലേ? എല്ലാവരും വിത്തുകളൊക്കെ മുളപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരിക്കും തൈകളാക്കിയിട്ട്. ആ തൈകൾ നമ്മൾ പറിച്ച് കൃഷിയിടത്തിലേക്ക് നടേണ്ട സമയമാണ്. ഒരു ജൂലൈ 5-ാം തീയതി, ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് തൈകൾ കൃഷിയിടത്തിലേക്ക് പറിച്ച് നടേണ്ട സമയമാണ്. അപ്പോൾ നല്ല രീതിയിൽ 2 മാസം കൊണ്ട് 60-70 ദിവസത്തിനുള്ളിൽ നല്ല വിളവ് നമ്മൾക്ക് കിട്ടാനായിട്ട് എങ്ങനെ ചെണ്ടുമല്ലി കൃഷി ചെയ്യണം, ജൈവ രീതിയിൽ കേട്ടോ. എനിക്ക് രാസവളങ്ങളോ രാസകീടനാശിനിയോ ചേർത്തുള്ള ഒരു കാര്യങ്ങളും എനിക്കില്ല. അതുകൊണ്ട് ജൈവ രീതിയിൽ കൃഷി ചെയ്ത് നല്ല ചെണ്ടുമല്ലി നല്ല വിളവ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ചെണ്ടുമല്ലി പ്രധാനമായിട്ടും 2-3 തരം ചെണ്ടുമല്ലികളുണ്ട്. ആഫ്രിക്കൻ ചെണ്ടുമല്ലി, ഫ്രഞ്ച് ചെണ്ടുമല്ലി, മെക്സിക്കൻ ചെണ്ടുമല്ലി, അങ്ങനെയൊക്കെ. നമ്മൾ കേരളത്തിൽ നമ്മളെല്ലാവരും കൃഷി ചെയ്യുന്നത് സങ്കര ഇനം ചെണ്ടുമല്ലികളാണ്. പക്ഷേ അതിനൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ വാട്ടരോഗം, പ്രധാനമായിട്ടും വാട്ടരോഗം അത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ വാട്ടരോഗത്തിനെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം വേണ്ടേ? ഈ സങ്കര ഇനം ചെണ്ടുമല്ലികൾക്കാണ് വാട്ടരോഗം വരുന്നത്. അപ്പോൾ നമ്മൾ കൃഷിസ്ഥലമൊക്കെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയാം. അപ്പോൾ കൃഷിയിടം ഒരുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വെളിച്ചം, അതുപോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള സ്ഥലമായിരിക്കണം നമ്മൾ ചെണ്ടുമല്ലി കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ വെള്ളം നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങി പോകണം, അവിടെ കെട്ടി നിൽക്കാതെ. അതുപോലെ നല്ല സൂര്യപ്രകാശം കൂടി ഉള്ള സ്ഥലമാണ് നമ്മൾ ചെണ്ടുമല്ലി കൃഷിക്ക് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഇതിനായിട്ട് നമ്മൾ മഴക്കാലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ വാരം കൂട്ടിയിട്ട് കൃഷി ചെയ്യാം. പിന്നെ വേനൽക്കാലത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചാലുകൾ കീറിയിട്ട് നമുക്ക് ചെണ്ടുമല്ലി കൃഷി ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം മഴക്കാലമാണ്, ഓണത്തിൻ്റെ പൂക്കളത്തിന് വേണ്ടിയിട്ട് നമുക്ക് പൂക്കൾ വേണം. അപ്പോൾ മഴക്കാലത്ത് കൃഷി ചെയ്യുന്നത് നല്ല പോലെ ഒരടി ഹൈറ്റിൽ 1-1.5 ഒരടിക്ക് മതിയോ ഹൈറ്റിൽ വാരം കൂട്ടുക. ആ വാരം കൂട്ടിയിട്ട് അതിനകത്ത് നമ്മൾ ഡോളോമൈറ്റോ കുമ്മായോ ഇട്ടിട്ട് കുറച്ച് ദിവസം, ഒരാഴ്ച നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് കളച്ച് റെഡിയാക്കിയിട്ട് ഡോളോമൈറ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നല്ല ജൈവവളം കൊടുക്കണം. കാരണം 1 സെൻറ്റ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എന്തുമാത്രം ജൈവവളം കൊടുക്കണമെന്ന് നമുക്കറിയാലോ. 1 സെൻറ്റ് സ്ഥലത്തേക്ക് ഏകദേശം എൻ്റെ ഒരു അറിവ് വെച്ച് പറയുകയാണെങ്കിൽ 1 സെൻറ്റ് സ്ഥലത്തേക്ക് ഒരു 60-70 കിലോനോളം ജൈവവളം നമ്മൾ ഈ വാരങ്ങളിൽ ആയിട്ട് ചേർത്ത് കൊടുക്കണം. മൊത്തത്തിൽ ഒരു വാരത്തിലല്ല കേട്ടോ, നമ്മൾ റെഡിയാക്കി കൊടുക്കണം. അതിനിപ്പോൾ 100 കിലോ ജൈവവളം ഇട്ടാലും പ്രശ്നമൊന്നുമില്ല, അധികം ആവണ്ട. അങ്ങനെയാണ് നമ്മൾ വാരങ്ങൾ കൂട്ടേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ജൈവവളമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ, ജൈവവളം ഇപ്പോൾ മറ്റേ ട്രൈക്കോഡെർമയിട്ട് സമ്പുഷ്ടീകരിച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഡോളോമൈറ്റ് ഇട്ടിട്ട് ആ വാരത്തിൽ ഞാൻ നല്ല പോലെ കോഴിക്കാഷ്ടം മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ വാരങ്ങളിലും കോഴിക്കാഷ്ടമാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ നല്ല ഗ്രോത്ത് കിട്ടും, അതിന് നല്ല പച്ചപ്പും ഉണ്ടായിരിക്കും. അങ്ങനെ അത് ഒരാഴ്ചയോളം നമ്മളങ്ങനെ ഇട്ട്, മഴ പെയ്യണ കാരണം കൊണ്ട് വേഗം അത് ഡയലൂട്ടാവും, മണ്ണിൽ ചൂടൊക്കെ നഷ്ടപ്പെടും അതിൻ്റെ. അങ്ങനെ ഒരാഴ്ച അങ്ങനെ കോഴിക്കാഷ്ടമൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഷീറ്റ് ഇതിൻ്റെ മുകളിൽ, ഈ വാരങ്ങളുടെ മുകളിൽ ഷീറ്റ് ഇടണമെങ്കിൽ ഇടാം. കളകൾ പറിച്ച് തോൽക്കും. അതുവരെ ഞാൻ ഇപ്രാവശ്യം ഷീറ്റ് ഇടുന്നുണ്ട്. കാരണം അമ്മാതിരി കളകളാണ് പറമ്പിനകത്ത് ഫുള്ളുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഷീറ്റ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഷീറ്റ് ഇട്ടതിന് ശേഷം വാരങ്ങൾ തമ്മിൽ ഒരു 60-70 സെൻറ്റിമീറ്റർ അകലം. അതുപോലെ തന്നെ 2 ചെടികൾ, ഒരു വാരത്തിൽ 2 ചെടികൾ വയ്ക്കുക. ആ 2 ചെടികൾ തമ്മിൽ ഒരു 25-30 സെൻറ്റിമീറ്റർ അകലം, അല്ലെങ്കിൽ വേണ്ട ഒരു 50 സെൻറ്റിമീറ്റർ അകലം പിടിക്കാം. അത്ര അകലത്തിൽ നമുക്ക് നടുമ്പോൾ അറിയാം നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണമെന്നുള്ളത്. ഒരു ആവറേജ് കണക്ക് നമുക്കറിയാം. ആ രീതിയിൽ 2 തൈ വെച്ച് ഒരു വാരങ്ങളിൽ നട്ട് നമുക്ക് വരാനായിട്ട് കഴിയും. അത് ആ തൈ നടുമ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് വേപ്പിൻ പിണ്ണാക്ക് നല്ലപോലെ ഇട്ട് കൊടുക്കുക. ഈ വേരിനൊന്നും കേടുവരാതിരിക്കാനായിട്ട്, റൂട്ട് നല്ല രീതിയിൽ പോകാനായിട്ടൊക്കെ വേപ്പും പിണ്ണാക്കും എല്ലുപൊടി, ആദ്യം ഇതിൽ കോഴിക്കാഷ്ടം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ വളം വേണ്ട. പക്ഷേ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും നല്ലപോലെ ചേർത്ത് കൊടുക്കുക. ട്രൈക്കോഡെർമ ഉണ്ടെങ്കിൽ അതും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഈ തൈകൾ അതിനകത്തേക്ക് പറിച്ച് നടണം. വിത്ത് നടേണ്ടത്, വിത്ത് മുളപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. വിത്ത് മുളപ്പിക്കാൻ പ്രധാനമായും നമ്മൾ മണ്ണില്ലാതെയാണ് നമ്മൾ ചെണ്ടുമല്ലിയുടെ വിത്ത് മുളപ്പിക്കേണ്ടത്.
അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൊയർപിത്ത്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ് ഇത് മൂന്നും 3:1:1 എന്ന അനുപാതത്തിൽ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അത്രയും പദം കൊയർപിത്ത്, അതുപോലത്തെ വെർമിക്കുലേറ്റ്, പെർലൈറ്റ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത പോട്ടിംഗ് മിശ്രിതത്തിലേക്കാണ് നമ്മൾ വിത്തുകൾ നടേണ്ടത്. വിത്ത് നട്ട് 3 ആഴ്ച 4 ആഴ്ച പ്രായത്തിനുള്ളിൽ തന്നെ നമ്മൾ കൃഷിയിടത്തിലേക്ക് തൈകളെ നമുക്ക് പറിച്ചു നടാം. ഈ കൃഷിയിടത്തിലേക്ക് പറിച്ച് നടുക എന്ന് പറഞ്ഞാൽ നട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ട് 4 ആഴ്ചയ്ക്കുള്ളിലാണല്ലോ പറിച്ച് നടേണ്ടത്. ഈ പറിച്ച് നടുന്നതിൻ്റെ ഒരു 3-4 മണിക്കൂർ മുന്നേ നമ്മൾ സൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ട്രേകളിലൊക്കെ ഒഴിച്ച് വെക്കുക, ആ റൂട്ടിലൊക്കെ നല്ല പോലെ അത് പിടിക്കാനായിട്ട്. അങ്ങനെ കൃഷിയിടത്തിൽ പറിച്ച് നട്ടതിന് ശേഷം ഒരു 3 ആഴ്ച പ്രായമായാൽ അതിൻ്റെ മുകുളങ്ങൾ നമ്മൾ നുള്ളിക്കളയണം. അതെന്തിനാണെന്ന് വെച്ചാൽ നിറയെ ബ്രാഞ്ചസ് വരും അതിന്. ആ നിറയെ ബ്രാഞ്ചസ് വരുന്നതിലൊക്കെ പൂമുട്ടകൾ നിറയെ ഉണ്ടാവും. അധികം ചെടി നല്ല ഹൈറ്റിൽ പോവുകയും ചെയ്തില്ല, മിതമായ ഹൈറ്റേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ 3 ആഴ്ച ചെണ്ടുമല്ലി കൃഷിയിടത്തിൽ നട്ട് കഴിഞ്ഞാൽ 3 ആഴ്ച പ്രായമായാൽ അതിൻ്റെ തലപ്പ് നുള്ളണം നിർബന്ധമായും. നമ്മൾ ഈ തലപ്പ് നുള്ളിക്കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കീടനാശിനിയോ കുമിൾനാശിനിയോ നമ്മൾ തളിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബ്രാഞ്ചസ് സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ആ ബ്രാഞ്ചസ് നുള്ളിക്കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ ഇലകളിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ സൂഡോമോണസ് എപ്പോഴും കടക്കിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 15 ദിവസത്തെ ഇടവേളകളിൽ കടക്കിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ 15 ദിവസത്തെ ഇടവേളകളിൽ നമുക്ക് തളിച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ പൂമുട്ടകൾ വന്നു തുടങ്ങി ഒരു 45 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ കൃഷിയിടത്തിലേക്ക് പറിച്ചു നട്ട് 45 ദിവസത്തിനുള്ളിൽ തന്നെ മുട്ടകൾ ഉണ്ടാവും. ആ മുട്ടകൾ വിരിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒരു ചെടിയിൽ ഏകദേശം 750 ഗ്രാം മുതൽ 1 കിലോ വരെ പൂക്കൾ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് ശേഖരിക്കാം. അത് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ചെടികളിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. 60-70 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ചെണ്ടുമല്ലി വിളവെടുത്ത് തുടങ്ങാം. അതെ, ഞാൻ കണ്ടില്ല വാരം കൂട്ടിയിട്ടുണ്ട്. ഇതിൽ ചവറൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം കുറച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് അടിയിൽ ചവറൊക്കെ ഇട്ടിട്ടുള്ളത്. നല്ല നീർവാർച്ച സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ വാരം കൂട്ടി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിലെ ഒരു റോ ഞാൻ നട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് ഞാൻ നട്ടുകൊണ്ടിരിക്കുകയാണ്. നിറയെ ചെണ്ടുമല്ലി ഇതാ നട്ടിരിക്കുന്നു. ഇനി ഞാൻ തൈ നട്ട് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ തൈ ഇപ്പോൾ ഒന്ന് അവിടെ നട്ടിട്ടുണ്ട്, ഒന്ന് ഇവിടെ നടുകയാണ്. അതുപോലെ നല്ല കുഴി എടുക്കുക. ഞാൻ ഷീറ്റ് വിരിക്കണ കാരണം ഇത്തിരി ആഴത്തിലുള്ള കുഴി കുഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഞാൻ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയാണിത് ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ സൂഡോമോണസിൽ മുക്കി വെച്ചാൽ ട്രേയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൂഡോമോണസ്. ആ ചെണ്ടുമല്ലി തൈയാണിത്. അത് ഇതിനകത്തോട്ട് വെക്കുന്നുണ്ട്. വെച്ചിങ്ങനെ മണ്ണിട്ടിട്ട് മൂടുക. അടിവെള്ളമൊക്കെ നന്നായി കൊടുത്തിട്ടുണ്ട്. ഇതിനതറിയാലോ, കോഴിക്കാഷ്ടമൊക്കെ നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉഷാറായി നിൽക്കുന്നുണ്ട്. നല്ലപോലെ മണ്ണിരയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ ജൈവവളം ഇട്ട് തയ്യാറാക്കുന്ന കാരണം കൊണ്ട് നല്ലപോലെ മണ്ണിര നമ്മൾ ഓരോ കുഴി കുത്തുമ്പോഴും ഇതിനകത്ത് ധാരാളമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. മാരിഗോൾഡ് കൾട്ടിവേഷൻ എല്ലാവർക്കും സംശയങ്ങളൊക്കെ തീർന്നു. ഉഷാറായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങി വരും. ചെണ്ടുമല്ലി കൃഷി, അത് ബന്ദിപ്പൂ കൃഷിയിലേക്ക് എല്ലാവരും ഇറങ്ങി വരും. തൈകളൊക്കെ മുളപ്പിച്ചത് റെഡിയല്ലേ? ജൂലൈ 1st വീക്കിൽ നമുക്ക് തൈകൾ കൃഷിയിടത്തിലേക്ക് നടണം. എന്നാലാണ് ഓണത്തിന് പൂക്കൾ നിറയെ പറിക്കാനായിട്ട് കഴിയുള്ളൂ. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റൊക്കെ തരാൻ മറന്നു പോകരുത് കേട്ടോ. അമ്മ ഈ കമൻറ്റ് തരാൻ എന്തിനാ പിശുക്ക് കാണിക്കണേന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇനി അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.